നമ്മൾ പഠിച്ച സരസ്വതി ക്ഷേത്രങ്ങളായ സ്കൂളുകളും നമ്മുടെ കലാലയങ്ങളും അവിടെ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട ചില അധ്യാപകരെയുമൊക്കെ നമുക്കെങ്ങനെയാ മരണം വരെ മറക്കാനാവുക? നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം പത്തനാപുരം മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിൽ ഇംഗ്ലീഷ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാനായി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന ജിജൻ സാർ ക്ഷണിച്ചിട്ട് കടന്നു ചെന്നപ്പോൾ ഹൃദയം വാക്കുകളിൽ പ്രകടിപ്പിക്കാനാവാത്ത സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു. ഒരുപക്ഷെ മൗണ്ട് താബോർ ദയറായിലെ ഒരു കറവക്കാരൻ്റെ മകന് ഒരു കാലഘട്ടത്തിൽ സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ഒരു വേദി. എൻ്റെ പപ്പ ഇന്ന് മൗണ്ട് താബോർ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും കാലം ചെയ്ത വന്ധ്യവൈദികനായ ഗബ്രിയേൽ എറമ്പാച്ചൻ്റെയും മറ്റ് വൈദിക ശ്രേഷ്ഠരുടെയും സെമിത്തേരിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും എന്നോട് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ റോസമോൻസെ, മിസ് എന്നോട് കാട്ടിയ സ്നേഹപരിലാളനങ്ങൾക്ക്, കരുതലിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക? ഒരുപക്ഷെ 2010 ഞാൻ മൗണ്ട് ടാബോറിൽ പഠിക്കുമ്പോൾ എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു പ്രിയപ്പെട്ട റോസമ്മ മിസ്. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന അപൂർവം ചില വിദ്യാർത്ഥികളിൽ ഒരാളാണ് താനെന്ന് എന്നോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരിക്കൽ ചങ്ങനാശ്ശേരിയിൽ ഞാൻ മിസ്സിൻ്റെ വീട്ടിൽ വന്നപ്പോൾ പുറത്ത് നമ്മളിരുന്ന് ഒരുപാട് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ മിസ്സിൻ്റെ സഹോദരനെ ഓർത്തുപോയെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ കരഞ്ഞ മിസ്സിൻ്റെ മമ്മിയെയും എങ്ങനെയാണ് ഞാൻ മറക്കുക? റോസമോൻസെ, ഇന്ന് പ്രസംഗമധ്യേ പറഞ്ഞ ആ നല്ല വാക്കുകൾക്ക് 1000 നന്ദി കേട്ടോ. പ്രിയപ്പെട്ട ജിജൻ സാർ, എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ് പഠിച്ച കലാലയത്തിൽ തിരികെ വരിക എന്നുള്ളത്. എന്നെ ക്ഷണിക്കുവാൻ കാണിച്ച ഹൃദയവിശാലതയ്ക്ക് 1000 നന്ദി. പ്രസംഗമധ്യേ അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾക്കും എനിക്ക് തരുവാനായി പുറത്തുനിന്ന് വാങ്ങാതെ സ്വന്തമായി അതിരാവിലെ എഴുന്നേറ്റ് തയ്യാറാക്കിയ ഭക്ഷണത്തിന്, ചോറിനും മീൻകറിക്കും തോരനുമൊക്കെ 1000 നന്ദി. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു അധ്യാപകൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ കോളേജ് ചെയർമാനായി മത്സരിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതും 2011 ആ കോളേജിനോട് വിട പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അരികിലുള്ള സ്റ്റെപ്പിലിരുന്ന് എൻ്റെ സജീവ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് മറക്കാൻ കഴിയുക? മൗണ്ട് ടാബോർ സെക്രട്ടറി ഫിലിപ്പച്ച, അങ്ങയുടെ നല്ല വാക്കുകൾക്ക് 1000 നന്ദി. പ്രിയ ജോർജ് വർഗീസ് സാർ, ഇന്ന് പ്രസംഗമധ്യേ അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് 1000 നന്ദി കേട്ടോ. 2010 ഞാനൊരു സെമിനാർ അവതരിപ്പിച്ച് കടന്നു വരുമ്പോൾ ഇവാലുവേഷൻ ടൈമിൽ അങ്ങ് പറഞ്ഞ പ്രചോദിപ്പിക്കുന്ന നല്ല വാക്കുകൾക്ക് 1000 നന്ദി. പ്രിയപ്പെട്ട റോയച്ച, കണ്ടകാലം മുതൽ എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും 1000 നന്ദി. ഇന്ന് പ്രസംഗമധ്യേ എൻ്റെ പപ്പയെക്കുറിച്ച് അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് 1000 നന്ദിയുണ്ട് കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും എന്നെ ഏറെ സ്നേഹത്തോടെ കരുതുന്ന പ്രിയപ്പെട്ട ഷെർലി മിസ്സെ, സ്മിത മിസ്സെ, ആശ മിസ്സെ, എങ്ങനെയാണ് ഞാൻ നിങ്ങളെയൊക്കെ മറക്കുക? എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരിക്കൽ മൗണ്ട് ടാബോർ ദേവാലയത്തിനരികിൽ വെച്ച് എൻ്റെ അമ്മയോട് മകന് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മറിയാമ്മ ടീച്ചർ, മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട സണ്ണി സാർ, സാം സാർ, ജേക്കബ് സാർ, ബിനുലാൽ സാർ, സൂര്യ മിസ്, സീന മിസ്, രമ്യ മിസ്, താര മിസ്, സോജിയ മിസ്, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയത് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മൈ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന സിനിമയിൽ നായകൻ പറയുന്നത് പോലെ, You are the reason I am. You are all my reasons. Thank you. പ്രിയപ്പെട്ട ജിജൻ സാറെ, ഒരിക്കൽ കൂടി വിഴുനീരിൽ ചാലിച്ച ഇന്നത്തെ എൻ്റെ പുഞ്ചിരിക്കും മറക്കാനാവാത്ത ഈ സുദിനത്തിനും 1000 നന്ദി കേട്ടോ.